അതിന് ഉത്തരവുണ്ടല്ലോ മോനെ. അതല്ലേ യേശു പറഞ്ഞത്. യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കുഞ്ഞു മക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ പാപം ചെയ്തു എന്ന് വിചാരിക്കട്ടെ, പക്ഷെ നമുക്ക് ആരുണ്ട്? നമ്മുടെ പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനോട് നാം ചെയ്ത പാപങ്ങൾ ഏറ്റു പറയുന്നതിലൂടെ ആ നിമിഷം തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയും നാം വീണ്ടും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു. ഇത് ഓരോ അനുനിമിഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എപ്പോൾ പാപത്തിൽ വീണു എന്ന് നമുക്ക് ഉറപ്പ് വരുന്നുവോ? ഇനി നമ്മൾ ഈ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. കുമ്പസാരിക്കേണ്ട പാപം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ദുഷ്ചിന്ത വന്നു ഉടനെ പോയി, അതൊരു പാപമല്ല. കാരണം ഈ ലോകത്തിലെ എല്ലാം ദുഷ്ടതയാണ്. അതേസമയം എൻ്റെ മനസ്സിലൂടെ വന്ന ഈ ദുഷ്ടത ഞാൻ കൂടുകൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പാപമായി തീരും. അപ്പൊ ദുഷ്ടത കൂടുകൂട്ടിയതാണ് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ടത്. അപ്പൊ അങ്ങനെ കുമ്പസാരത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മളെ പുതിയ സൃഷ്ടിയായി വീണ്ടും നമ്മൾ യേശുവിന്റെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്.